ഇത്രയും സിമ്പിളാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുക എന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പൈസ ചിലവില്ലാതെ നമ്മൾ ഒരു ബോട്ടിലിന് കടയിൽ നിന്ന് എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതെന്തായാലും എനിക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്കും ഉപകാരപ്പെടും. ഇനി ആരും ഉണങ്ങിയ നാരങ്ങയോ തോലോ ഒന്നും കളയണ്ടാട്ടാ. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഹായ്, നമ്മൾ സ്വാഭാവികമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുനാരങ്ങ വെച്ച് കളിക്കാൻ പോവല്ലാട്ടോ, നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ പോവാണ്. അതൊരു തരം കളി തന്നെയാണ് അല്ലേ? അപ്പൊ ദേ പഴുത്തതും ഉണങ്ങിയതും ഇച്ചിരി പച്ച പൊട്ടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നത് എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു 11 ഉണ്ട്. അത് നുറുക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. ഇത് ഉണങ്ങിയതൊക്കെ ആയ കാരണേ തോല് നല്ല ഹാർഡായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഉണങ്ങിയതോ സാധാരണ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള തോലോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ എടുത്തോളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. 4 വിസിലടിച്ച് എടുക്കാം. ദേ 4ാമത്തെ വിസിലും അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എയർ ഒന്ന് പോട്ടെ. ദേ എയറൊക്കെ പോയി ഞാൻ തുറന്നു നോക്കി, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറണം. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കേണ്ടതല്ലേ. ദേ ചൂടാറാൻ വെച്ചതിന് ശേഷം ദേ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇനി നന്നായി അരച്ചെടുക്കുക. അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന വെള്ളം അവിടെ വെച്ചോളൂ. ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ദേ കണ്ടോ, നന്നായി വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് അരിപ്പയിലേക്ക് കുറച്ചായി ഒഴിച്ച് നന്നായി അരിച്ചെടുക്കാം. എത്ര മഷി പോലെ അരച്ചാലും ചെറുനാരങ്ങയല്ലേ, അതിന് ഞാരുണ്ടാവും, കുരുവിൻ്റെ ഉള്ളിലുള്ള പരിപ്പും തോലും ഒക്കെ ചണ്ടിയായി നിൽക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പാത്രം കഴുകാനായിട്ട് എടുക്കുമ്പോഴേ തരി തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പം അതിൻ്റെ തരിയും കുരും ആ പോളയുടെ അതൊക്കെ ദേ പറ്റി പിടിച്ച് കറക്റ്റായിട്ട് അരിപ്പയിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ദേ കട്ടിയുള്ളത് കാരണം അതിൻ്റെ അടിയിൽ നിൽക്കുക. അപ്പം ഞാനതൊക്കെ പാത്രത്തിലേക്ക് സ്പൂൺ കൊണ്ട് കോരിയിടുന്നുണ്ട് കേട്ടോ. അപ്പം ദേ ഇതാണ് അതിൻ്റെ തരി, ആ പോളയുടെയൊക്കെ വേസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഇപ്പം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കതിൽ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, നമ്മളൊന്നും മേടിക്കേണ്ടതായിട്ടില്ല. ഉപ്പിട്ട് പാത്രം കഴുകി കഴിഞ്ഞാൽ നന്നായി വെളുക്കെന്ന് പറയുന്നതായിട്ടില്ലേ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. അതേപോലെ 1 സ്പൂണ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളതല്ലേ. പിന്നെ ഉള്ളത് ബേക്കിംഗ് സോഡയാണ്. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ബേക്കിംഗ് സോഡ ഉണ്ടാവും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നോ പ്രോബ്ലം. 1/2 സ്പൂണാണ് കേട്ടോ ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡ് 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ സോപ്പ് പൊടി. അപ്പം ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഡോക്ടർ വാഷിൻ്റെ ലിക്വിഡാണ്. അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. കഴിയണേറ്റ് മുമ്പ് ഉണ്ടാക്കണം വിചാരിച്ച് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം ഞാനിതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. അത് ദേ സ്വല്പം ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ അത് തിളച്ച് പൊന്തി വരും. ഒരു 2-3 തവണയൊക്കെ നന്നായി തിളച്ച് പൊന്തിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് പകർത്താം. എത്ര സിമ്പിളല്ലേ. ഇനി ആരും ചെറുനാരങ്ങയുടെ തോലോ ഉണങ്ങിയതോ ഒന്നും കളയണ്ട കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ആരും പൈസ കൊടുത്ത് ഇനി വാങ്ങിക്കേണ്ട. അളവ് പറയുകയാണെങ്കിൽ 1 സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എക്സോൻ്റെ ആണെങ്കിലും വിമ്മിൻ്റെ ആണെങ്കിലും ഇതുപോലെ ഡോക്ടർ വാഷിൻ്റെ ആണെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലൊന്നും വേണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ സോപ്പും പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. സർഫോ അങ്ങനെ നല്ലത്. അയ്യോ ചീറ്റിപ്പോയി, ഞാനേ നല്ല കട്ടിയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇവിടെ ഫണലൊന്നുമില്ല. അപ്പം ഞാൻ ഒഴിക്കാൻ നോക്കിയതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടി കണ്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ അതേപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ആ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ കണ്ടോ, എൻ്റെ ഏകദേശം ബോട്ടിലിൽ എത്രത്തോണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. 11 ചെറുനാരങ്ങയ്ക്കുള്ളത്. ഇനി ഈ ഗ്ലാസ്സിലും ആ പാത്രത്തിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാനിതേ വേറെ ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല തിക്കിന് വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം.
അതല്ലെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ ആ പാത്രം ഒന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറെ ലിക്വിഡ് ഒന്നും എടുത്തിട്ടില്ല, അതിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ബോട്ടിലേക്ക് മാറ്റിയിരുന്നു, എന്നിട്ട് പോലും നല്ല പതയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അല്പം ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല പതയുണ്ടാവും. നമ്മൾ അത്രയും ചെറുനാരങ്ങ എടുത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ദേ വെട്ടി തിളങ്ങും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ അതിൽ വിനാഗിരിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ, അപ്പൊ നല്ല തിളക്കും. അതുപോലെ കറ പിടിച്ച പോലത്തെ ഉള്ള കറുപ്പ് കളറൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ചെറുനാരങ്ങയുടെ തോലും ഉണങ്ങി പോകുന്ന ചെറുനാരങ്ങയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാം. അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല തിക്കുള്ളത് കൊണ്ടേ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ 2 ബോട്ടിലേക്കുള്ള ലിക്വിഡ് 11 ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 150 രൂപയുടെ അടുത്ത് വില വരും. അത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാക്കിയില്ലേ, ഒരു സ്പൂണ് ലിക്വിഡിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ലിക്വിഡ് ഇല്ലെങ്കിൽ സോപ്പും പൊടി ആയാലും മതി. ഇത്രയും സിമ്പിൾ ആണെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്നെ പോലെ നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.